ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യങ്ങൾ നേർക്കുനേരെ കൊണ്ടുപോവുക എന്നത്. സുതാര്യത എന്ന് പറയും. കച്ചവടത്തിലായാലും കൃഷിയിലായാലും കുടുംബത്തിലായാലും എല്ലാ തലങ്ങളിലും നേർക്കുനേരെ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇസ്തിഖാമത്ത് എന്നാണ് അതിന് സാങ്കേതികമായി പറയുന്ന പദം. അത് അങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നന്നായി അധ്വാനിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഓരോ വിഷയത്തെയും സംബന്ധിച്ച് കൃത്യമായ അറിവും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേർക്കുനേരെ ശരിയായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നും അറിയില്ല, ശ്രദ്ധയുമില്ല എങ്കിൽ അത്തരക്കാരായ ആളുകൾ ഏത് കാര്യം ചെയ്താലും അത് വളഞ്ഞതായിട്ടാണ് വരിക. ഇപ്പോൾ കുല്ലുമൻ കാന അതമ്മ മാരിഫത്തൻ കാന അതമ്മ ഇസ്തിഖാമത്തൻ. ഏതൊരു വ്യക്തിക്കാണോ ഒരു വിഷയത്തെ സംബന്ധിച്ച് നന്നായി അറിയുക, അവർക്ക് മാത്രമേ ആ വിഷയം ഭംഗിയായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലുള്ള രോമങ്ങൾ നരയ്ക്കാൻ തുടങ്ങിയത് ഇസ്തിഖാമത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായപ്പോഴാണ്. ഫസ്തഖിം കമാ ഉമിർത്ത. ഓ തിരുദൂതരെ, താങ്കൾ നേർക്കുനേരെ സുതാര്യമായി ശരിയായി കൃത്യമായി ഓരോന്നും ചെയ്യേണ്ടതുപോലെ ചെയ്യണം എന്ന വചനം അവതരിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടു. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് ഉള്ള, കൃത്യതയുള്ള, പരിജ്ഞാനമുള്ള, സൂക്ഷ്മതയുള്ള ആളാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും അവിടുന്ന് അല്പം ഭയന്ന സമയമായിരുന്നു അത്. അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്വമാണ്. വിനയത്വം ഉള്ള ആളുകൾക്ക്, സൂക്ഷ്മത ഉള്ള ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ മഖാമിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഭയം ഉള്ള ആളുകൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ ശ്രദ്ധ ഇത് പരിപൂർണതയിൽ എത്തണമേ എന്നതാണ്. ആ ചിന്തയുടെ പേരിലാണ് അവിടത്തേക്ക് നര സംഭവിച്ചത്, അല്ലാതെ സൂക്ഷ്മത കുറവ് കൊണ്ടല്ല. അങ്ങനെ വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ നിസ്കാരം, നമ്മുടെ ആരാധനകൾ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, നമ്മുടെ ജനങ്ങളുമായുള്ള പെരുമാറ്റങ്ങൾ, അവിടെയെല്ലാം എന്താണോ ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞത്, അള്ളാഹു നിർദ്ദേശിച്ചത്, അതേ രൂപത്തിലാണോ അവ സംഭവിക്കുന്നത്? അങ്ങനെ ആകണമേ എന്ന ആഗ്രഹം നമുക്ക് ഉണ്ടാവണം. അതാണ് മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തിത്തരണമേ എന്ന് നിസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കൃത്യതയും അച്ചടക്കവും ന്യൂനതകളില്ലാത്ത നല്ലൊരവസ്ഥയും എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും സുതാര്യതയും കൃത്യതയും നീ എനിക്ക് തരണം എന്ന് അള്ളാഹുവിനോട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, മധ്യ നിലപാട് ഞങ്ങൾക്ക് തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓ മനുഷ്യ, നീ എപ്പോഴും മധ്യ നിലപാട് സ്വീകരിക്കണം. ഓവറാകരുത്, കുറഞ്ഞും പോകരുത്. അപ്പോൾ പിന്നെ സ്കെയില് വെച്ച് ലെവലാക്കേണ്ടി വരും. അതോ കഴിയുകയുമില്ല. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തഖീമു വലൻ തുഹ്സു. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽപ്പെട്ട രൂപത്തിൽ നേർക്കുനേരെ ആവാൻ പരമാവധി ശ്രമിക്കുവീൻ. വലൻ തുഹ്സു, നിങ്ങൾക്ക് കണിശമാക്കി കൊണ്ടുപോകാൻ കഴിയുകയില്ല. അപ്പോൾ ഇസ്തിഖാമത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ പരമാവധി ശ്രദ്ധ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നതാണ്. അല്ലാഹു തആല അങ്ങനെ പരമാവധി കാര്യങ്ങൾ കൃത്യതയോടെ കൊണ്ടുപോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.